നിയമനങ്ങളുടെ PSC നിയമനങ്ങളുടെ 60%, അതായത് 3.12 ലക്ഷം PSC നിയമനങ്ങൾ നടപ്പിലാക്കിയ നാടാണ് ഈ കേരളം. തൊഴിലില്ലായ്മയിൽ എത്ര സ്ഥാനത്താണ്? തൊഴിലില്ലായ്മ അത് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പൊ 2014 8% ആണെങ്കിൽ ഇന്ന് രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് 14%. മലമ്പുഴയിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ടോ? മലമ്പുഴയിൽ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ലേ? നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. പുഴ ഉദ്യാന നവീകരണത്തിന് വേണ്ടി 76 കോടി രൂപ കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP അനുവദിച്ചു. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഈ അനുവദിച്ച സമയത്ത് മലമ്പുഴ MLA പ്രഭാകരേട്ടൻ ചിരിച്ചു നിൽക്കുന്ന പടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോട്ടോ അടിച്ചൊരു ഫ്ലക്സ് വെച്ചു മലമ്പുഴ ഡാമിന്റെ ഫ്രണ്ടില്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഈ മലമ്പുഴയ്ക്ക് വേണ്ടി 76 കോടി രൂപ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അനുവദിച്ചു. ഒരു വള്ളപ്പേപ്പറിൽ പോലും എഴുതി കൊടുക്കാതെ കേന്ദ്ര സർക്കാർ എഴുതി കൊടുത്ത പദ്ധതിയെ ഫ്ലക്സ് വെച്ചുകൊണ്ട് തന്റെയാണെന്ന് പറഞ്ഞു. ഞാനൊരു വലിയ സംഭവം അല്ലേ? എന്താണ് വ്യാവസായിക സംരംഭം ചോദിച്ചു. ജനകീയ ഹോട്ടൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 76 കോടി രൂപ വികസനം, 3800 കോടി രൂപയുടെ വികസനം നടക്കുമ്പോഴാണ് കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയപ്പോഴാണ് കോണകം പാറിയ കഥ പറയുന്നത്. എന്തെങ്കിലും ഒരു രേഖ പ്രഭാകരായിട്ട് ഇടപെട്ടതിന്റെ എന്തെങ്കിലും ഒരു പേപ്പർ ഉണ്ടോ? വെള്ള പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ടോ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. കരുണാകരൻ മുഖ്യമന്ത്രി, ഐടി, മലബാർ സിമന്റ്, ഇതെല്ലാം UDF-ന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ കമ്പനികളാണ്. ശരി, നിരവധി പേരെ അവിടെ ജോലി ചെയ്യുന്നത് നോക്കി പരിശോധിച്ചാൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? മാത്രം ഒതുങ്ങണല്ല വികസനം ഒരിടപ്പ്. അന്ന് ആദ്യം മനസ്സിലാക്കണം. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഒന്നും വേണ്ട, മലമ്പുഴയിൽ തുടങ്ങണമെങ്കിൽ മലമ്പുഴ ബസ് സ്റ്റാൻഡ് 6 കോടി രൂപ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച ബസ് സ്റ്റാൻഡാണ്. ഇന്നും അവിടുത്തെ ഗതി എന്താണെന്നുള്ള കാര്യം ഐശ്വര്യം ഒന്ന് വരികയാണെങ്കിൽ നാളെ രാവിലെ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. വർഗീയ വോട്ട് വേണ്ടാന്ന് ഐശ്വര്യ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ VS അച്യുതാനന്ദൻ ജയിച്ചിട്ട് എന്തിനാണ് തമിഴ്നാട് മദനയെ കാണാൻ വേണ്ടി പോയത്? ഇത്രയും മതിയോ? അതോ ഇനിയും വേണോ? കിട്ടി, പലിശ സഹിതം കിട്ടി.